ഹായ് ഹലോ വെൽക്കം ടു സെറസ് വേൾഡ്. അപ്പോൾ ഇത് നമുക്ക് റിബണുകൾ ഉപയോഗിച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. ഒപ്പം ഈർക്കലിയും വേണം കേട്ടോ ഇതിന്. പലതരം റിബണുകൾ ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി പല കളേഴ്സുള്ള റിബണുകൾ എടുക്കണം. ആദ്യമേ ഇതിപ്പോൾ ഞാൻ ഓറഞ്ച് കളറാണ് എടുക്കുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ രണ്ടായിട്ട് കറക്റ്റ് ഏകദേശം നടുവിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം നീണ്ട് ഇരിക്കുന്ന നൂലുകൾ, അതായത് നീളനെ ഉള്ള നൂല്, അത് നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ അടത്തി എടുത്ത് മുഴുവൻ നൂല് നമ്മൾ മാറ്റണം. കണ്ടോ ഞാൻ കാണിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഏകദേശം പകുതി ഭാഗമായി. അതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു നൂല് ഒഴികെ ബാക്കി എല്ലാ നൂലും ഇതേപോലെ നമ്മൾ വലിച്ചു കളയണം. ഇതിങ്ങനെ കളയട്ടെ. ഇനി നമുക്ക് ഒരു ഈർക്കലി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതല്ലാതെ ഞാൻ വേറെ കുറച്ച് റിബൺ, ഒരു റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടേ. അതിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ചുറ്റി നോക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇത് ഞാൻ അങ്ങനെ നൂല് കളഞ്ഞ റിബണാണേ, വൈറ്റ് കളറിലെ. ഇനി നല്ല ഒരു ഈർക്കലി എടുക്കുക. പച്ച ഈർക്കലിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് നമ്മൾ റിബൺ വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണേ. ഫെവിക്കോൾ അറ്റത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഈ റിബണിൻ്റെ അറ്റം ഒന്ന് ചുറ്റുക നന്നായിട്ട്. ഒരു 2 മിനിറ്റ് അവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആയിക്കോളൂ കേട്ടോ. അതൊന്ന് ഉണങ്ങിയെന്ന് തോന്നിക്കഴിയുമ്പം ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഈർക്കിലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒപ്പം റിബണും അതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിയെടുക്കുക. ഈർക്കിലിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. വെരി സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പല കളറുള്ള റിബണുകൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെക്കുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനേ. നമ്മൾ റൂമിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റാൻ ശ്രദ്ധിക്കണേ, അധികം അകത്തരുത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ റിബണിനെ നടുവേ മുറിക്കാതെ ആണെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. സൈഡ് മാത്രം, റിബണിൻ്റെ അറ്റം മാത്രം മുറിച്ചും ചെയ്യാം. അപ്പം ഈ ചുറ്റുന്നതിന് നല്ല നീളം ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ അടിഭാഗവും ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഈ കാണുന്ന ഒരു മുത്ത് പിടിപ്പിച്ചു കൊടുക്കാം. അതിനും ഇതുപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ തേച്ചതിന് ശേഷം അതിൻ്റെ ആ മുത്ത്, സാധാരണ മുത്ത് കേട്ടോ, മാലമുത്ത് അങ്ങനെ എന്തെങ്കിലും മുത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇപ്പോൾ നോക്കിയേ, ഞാൻ അങ്ങനെ എല്ലാം ചെയ്തതാണിത്. എല്ലാവർക്കും ഇഷ്ടമായോ? പല കളറിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഒരു ഫ്ലവർ വേസിൽ ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തില്ലേ? വളരെ സിമ്പിളാണ്. അപ്പം ഈവൻ പിള്ളേർക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ക്ലാസ്സും ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ബൈ.